الرحمن الرحيم. ألف لام را. تلك آيات الكتاب وقرآن مبين. ربما يود الذين كفروا لو كانوا مسلمين. ذرهم يأكلوا ويتمتعوا ويلههم الأمل فسوف يعلمون. وما أهلكنا من قرية إلا ولها كتاب معلوم. ما تسبق من أمة أجلها وما يستأخرون. وقالوا يا أيها الذي نزل عليه الذكر إنك لمجنون. لو ما تأتينا بالملائكة إن كنت من الصادقين. ما ننزل الملائكة إلا بالحق وما كانوا إذا منظرين. إنا نحن نزلنا الذكر وإنا له لحافظون. ولقد أرسلنا من قبلك في شيع الأولين. وما يأتيهم من رسول إلا كانوا به يستهزئون.
كذلك نسلكه في قلوب المجرمين لا يؤمنون به وقد خلت سنة الأولين ولو فتحنا عليهم بابا من السماء فظلوا فيه يعرجون لقالوا إنما سكرت أبصارنا بل نحن قوم مسحورون അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അധ്യായം ആരംഭിക്കുന്നത് അൽ ഹുറൂഫുൽ മുഖത്തഅ കൊണ്ടാണ്. അലിഫ് ലാം റാ. ഹുറൂഫുൽ മുഖത്തഅ എന്താണ് എന്നും അതിനെ നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നും ധാരാളം സന്ദർഭങ്ങളിൽ സൂചിപ്പിച്ചതിനാൽ അതിവിടെ ആവർത്തിക്കുന്നില്ല. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, തിൽക ആയാത്തുൽ കിതാബി വ ഖുർആനിൻ മുബീൻ. തിൽക ഇവ അല്ലെങ്കിൽ അവ, ആയാത്തുൽ കിതാബ് വേദഗ്രന്ഥത്തിലെ വചനങ്ങളാകുന്നു. ആയത്തിൻ്റെ ജംആണ് ആയാത്തുൻ, വചനങ്ങൾ. ആയാത്തുൽ കിതാബി അൽ കിതാബിലെ വചനങ്ങളാകുന്നു. വ ഖുർആനിൻ മുബീൻ വ്യക്തമായ ഖുർആനിലെ വചനങ്ങളാകുന്നു. അപ്പോൾ ഇവിടെ ആയാത്തുൽ കിതാബ്, അൽ കിതാബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അവിടെ അൽ കിതാബ് പരിശുദ്ധ ഖുർആനാണ്. എങ്കിൽ ഇവിടെ ആയാത്തുൽ കിതാബ് എന്ന് പറഞ്ഞു, പിന്നെ വ ഖുർആനിൻ മുബീൻ എന്നും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും ഒന്നാണോ രണ്ടും രണ്ടാണോ? അൽ കിതാബും ഖുർആനും മുബീൻ എന്ന് പറഞ്ഞതും രണ്ടാണോ ഒന്നാണോ? ധാരാളം മുഫസ്സിരീങ്ങൾ പറഞ്ഞു ഇവിടെ അൽ കിതാബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആനാണ്. ആ ഖുർആനിൻ്റെ മറ്റൊരു വിശേഷണം അൽ കിതാബ് എന്ന് പറഞ്ഞു, പിന്നെ ഖുർആനിൻ്റെ പേരും ആ ഖുർആനിൻ്റെ സ്വഭാവവും വിശദീകരിച്ചു എന്ന് മാത്രം. അപ്പോൾ അൽ കിതാബ് അത് ഖുർആനാണ്, കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ഗ്രന്ഥം. മുബീൻ എന്ന് പറഞ്ഞാൽ ഇബാനത്ത് നൽകുന്ന, ബയാൻ നൽകുന്ന, വ്യക്തത നൽകുന്നത് എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അബാന യുബീനു, ഇബാന എന്ന് പറഞ്ഞാൽ വ്യക്തത നൽകുന്നത്, മുബീൻ എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കുന്നത്. ഖുർആനും മുബീൻ എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കുന്ന വേദഗ്രന്ഥം. അപ്പോൾ പരിശുദ്ധ ഖുർആൻ തന്നെയാണ് തിൽക ആയാത്തുൽ കിതാബ്, അൽ കിതാബ് അഥവാ ഖുർആൻ. അതോടൊപ്പം അൽ കിതാബിൻ്റെ പേരും അതിൻ്റെ സ്വഭാവവും പറഞ്ഞു, വ ഖുർആനിൻ മുബീൻ. അതാണ് പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു തഫ്സീർ. അതേ സന്ദർഭത്തിൽ ഇബ്നു ജരീർ അത്ത്-തബരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞു, തിൽക ആയാത്തുൽ കിതാബ് ഫഇന്നഹു യഅനി ഹാദിഹിൽ ആയാത്ത്. ഈ ആയാത്തുകൾ ആയാത്തുൽ കുതുബില്ലതി കാനത് ഖബ്ലൽ ഖുർആനി കത്തൗറാത്തി വൽ ഇൻജീൽ. ഇത് വേദഗ്രന്ഥങ്ങളിലെ വചനങ്ങളാകുന്നു. ഏതൊക്കെയാണ് വേദഗ്രന്ഥങ്ങൾ? തൗറാത്ത് പോലെ, ഇൻജീൽ പോലെ പൂർവ്വകാല വേദങ്ങളിലുള്ള സന്ദേശങ്ങളുടെ സംഗ്രഹമാണ് ഖുർആൻ. അതുകൊണ്ട് തന്നെ ഇതിലുള്ള വചനങ്ങൾ, ഇതിൻ്റെ ആശയങ്ങൾ പുതിയതല്ല, മറിച്ച് എല്ലാ പ്രവാചകന്മാർക്കും അല്ലാഹു നൽകിയ എല്ലാ വേദഗ്രന്ഥങ്ങളിലൂടെയും പഠിപ്പിച്ച അടിസ്ഥാന ആശയങ്ങളാണ്. അതുകൊണ്ടാണ് തിൽക ആയാത്തുൽ കിതാബി.
അതോടൊപ്പം അത് ഖുർആനിലുമുള്ളതാണ്. വഖുർആനിൻ മുബീൻ, വ്യക്തമായ ഖുർആനിലും ഈ വചനങ്ങളുണ്ട്. ഇത് പൂർവ്വവേദങ്ങളിലും ഉണ്ടായിരുന്നു. വഖുർആനിൻ യഖൂലു ആയാത്തു ഖുർആനിൻ മുബീൻ, പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ മുബീനാണ് എന്ന് പറഞ്ഞാൽ ഐ യുബയ്യിനു മൻ തഅമ്മലഹു വതദബ്ബറഹു റുഷ്ദഹു വഹുദാഹ്, ആരാണോ ചിന്തിക്കാനും ആലോചിക്കുവാനും തയ്യാറാവുന്നത് അവരുടെ മുമ്പിൽ വ്യക്തമായ മാർഗദർശനം വിശദീകരിക്കുന്ന ഗ്രന്ഥം. ഖുർആനിൻ്റെ വിശദീകരണങ്ങളൊക്കെ വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ് വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. പരിശുദ്ധ ഖുർആൻ ജനങ്ങൾക്ക് ഹുദയാണ്, മാർഗദർശനമാണ്. ഹുദ എന്ന് പറഞ്ഞാൽ നൂറ്, വെളിച്ചമാണ്. അപ്പോൾ അത് തന്നെ മതിയാകുന്നതാണ് ഖുർആനിനെ സംബന്ധിച്ചുള്ള വിശദീകരണമായി. ഖുർആൻ മാർഗദർശനം നൽകുന്നു, വെളിച്ചം കാണിക്കുന്നു. പക്ഷെ അവിടെ നിർത്താതെ വബയ്യിനാതിൻ മിനൽ ഹുദ, ആ സന്മാർഗത്തെ വളരെ വ്യക്തമാക്കി വിശദീകരിക്കുന്നു. അവിടെയും അവസാനിപ്പിക്കാതെ വീണ്ടും പറഞ്ഞു വൽ ഫുർഖാൻ, സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്നു. അപ്പോൾ ഹുദൻ ബയ്യിനാത്തും മിനൽ ഹുദ വൽ ഫുർഖാൻ, ഇതൊക്കെയാണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ ഉറ്റ ആലോചിക്കുന്ന ഒരല്പം ബുദ്ധി കൊടുക്കുന്ന ആളുകൾക്ക് ഖുർആനിൻ്റെ സന്ദേശം യാതൊരു നിലക്കും സംശയമില്ലാതെ അംഗീകരിക്കാൻ പറ്റും. എന്നാൽ പരിശുദ്ധ ഖുർആനിനെ അംഗീകരിക്കാതിരിക്കുന്നത് ചിന്തിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളൊക്കെ ഏത് സാധാരണക്കാരനും മനസ്സിലാകുന്ന വളരെ വ്യക്തമായ ആശയങ്ങളാണ് ഖുർആനിൻ്റെ ആശയമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. തിൽക ആയാത്തുൽ കിതാബി വ ഖുർആനിൻ മുബീൻ. അബ്ദുറഹ്മാൻ ബിൻ നാസിർ അസ്സിഅദി റഹിമഹുല്ലാ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞ ഒരു വാചകം ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞു യഖൂലു തആല മുഅള്ളിമൻ ലികിതാബിഹി മാദിഹൻ ലഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കിതാബിനെ, അവനിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട ഖുർആനിനെ അള്ളാഹു മഹത്വപ്പെടുത്തുന്നു, അതിൻ്റെ മദ്ഹ് പറയുന്നു. എന്നിട്ട് പറഞ്ഞു തിൽക ആയാത്തുൽ കിതാബ്, അത് വേദഗ്രന്ഥത്തിലെ ആയത്തുകളാകുന്നു. ആയത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അടയാളം എന്നാണ് അർത്ഥം, ദൃഷ്ടാന്തം, തെളിവ്, അടയാളം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏകത്വത്തെ സ്ഥാപിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെ സ്ഥാപിക്കുന്ന, മരണാനന്തര ജീവിതത്തെ സ്ഥാപിക്കുന്ന അടയാളങ്ങളും തെളിവുകളുമാണ് ഖുർആനിലെ വചനങ്ങൾ. അത്രക്ക് വ്യക്തതയാണ്. അതുകൊണ്ട് തന്നെ അൽ ആയാത്തു അദ്ദാല്ല അലാ അഹ്സനിൽ മആനി വ അഫ്ദലിൽ മതാലിബ്, ഏറ്റവും മനോഹരമായ അർത്ഥങ്ങളും ഉന്നതമായ ലക്ഷ്യങ്ങളും ഉൾക്കൊള്ളുന്ന വചനങ്ങൾ. ഖുർആനിലെ വചനങ്ങളൊക്കെ അതിൻ്റെ അർത്ഥവും അതിൻ്റെ ആശയവും വളരെ ഭംഗിയുള്ളതാണ്. ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യങ്ങളും അപാരമായ അതുല്യമായ ലക്ഷ്യങ്ങളാണ്. വ ഖുർആനിൻ മുബീൻ, വ്യക്തമായ ഖുർആൻ. എന്തിനാണ് അത് വ്യക്തത വരുത്തുന്നത്? ലിൽ ഹഖായിഖി, യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു ഖുർആൻ. കേവല സാഹിത്യമല്ല, ഭംഗിവാക്കല്ല, സാഹിത്യത്തിന് വേണ്ടിയുള്ള പ്രയോഗങ്ങളല്ല, മറിച്ച് യാഥാർത്ഥ്യം എന്താണ് എന്നത് വളരെ ഭംഗിയായത് അവതരിപ്പിക്കുന്നു. ബി അഹ്സനി ലഫ്ലിൻ, ഏറ്റവും നല്ല വേർഡ്സുകളാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ വ ഔളഹിഹി വ അദല്ലിഹി അലൽ മഖ്സൂദ്, വളരെ വ്യക്തതയാണ്. അറബികൾക്ക് തിരിയാത്ത പദപ്രയോഗങ്ങളില്ല, അറബികൾക്ക് മനസ്സിലാകാത്ത പ്രയോഗങ്ങളില്ല, കടിച്ചാൽ പൊട്ടാത്ത സാഹിത്യവുമല്ല, വളരെ ലളിതമായിട്ടുള്ളത്. എന്താണോ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതിൻ്റെ ലക്ഷ്യം, ഈ ലക്ഷ്യത്തെ വളരെ കൃത്യമായി വിശദീകരിക്കുന്നു. എന്നാൽ പലപ്പോഴും മനുഷ്യർക്ക് വേണ്ടി മനുഷ്യൻ എഴുതുന്ന കൃതികൾ പോലും പലതും വായിച്ചാൽ മനസ്സിലാവില്ല. പല ദാർശനികന്മാരും അവർ മുന്നോട്ട് വെക്കുന്ന ദർശനങ്ങളുടെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് വായിച്ചാൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ അവർക്ക് തന്നെ പറ്റണമെന്നില്ല, സാധാരണക്കാരന് ഒട്ടും മനസ്സിലാവില്ല. എന്നാൽ പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ നമുക്ക് മുന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുകയും ആ ഖുർആനെ നമുക്ക് നൽകുകയും ആ ഖുർആനിലെ കാര്യങ്ങൾ അല്ലാഹു വിശദീകരിക്കുകയും ചെയ്യുമ്പോൾ ലക്ഷ്യത്തെ വളരെ കൃത്യമായി ഏതൊരാൾക്കും മനസ്സിലാകുന്ന രൂപത്തിൽ വളരെ സ്പഷ്ടമായിട്ടാണ് വിശദീകരിക്കുന്നത്. വഹാദ, അദ്ദേഹം പറയുന്നത് വഹാദ മിമ്മ യൂജിബു അലൽ ഖൽഖി അൽ ഇൻഖിയാദു ഇലൈഹി, അതുകൊണ്ട് തന്നെ സൃഷ്ടികളുടെ മേൽ നിർബന്ധമായി ആ ഖുർആനിനെ അനുസരിക്കുക, അള്ളാഹുവിനെ അനുസരിക്കുക, ഖുർആനിനെ അനുസരിക്കുക. വത്തസ്ലീമു ലിഹുക്മിഹി വതലഖീഹി ബിൽ ഖബൂലി വൽ ഫറഹി വസ്സുറൂർ,
അങ്ങേയറ്റത്തെ സന്തോഷത്തോടുകൂടി, അങ്ങേയറ്റത്തെ ആഹ്ലാദത്തോടുകൂടി പരിശുദ്ധ ഖുർആനിനെ അവർ സ്വീകരിക്കണം, അവർ അതിനെ കബൂല് ചെയ്യണം, അതിലെ ആശയങ്ങൾക്ക് അവർ കീഴൊതുങ്ങുകയും വേണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് സൂറത്ത് യൂനുസിൽ, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫലിയഫറഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. ഇത് അല്ലാഹുവിൻ്റെ ഫദ്ലാണ്, അവൻ്റെ റഹ്മത്താണ്, അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കണം. നിങ്ങൾ സമ്പാദിക്കുന്ന സമ്പാദ്യങ്ങളെക്കാളൊക്കെ ഖൈറ് പരിശുദ്ധ ഖുർആനാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിനെ ശരിക്കും മനസ്സിലാക്കുന്ന ആളുകൾ എന്നും ഖുർആൻ കൊണ്ട് സന്തോഷിക്കണം. ഞങ്ങൾക്കൊരു ഖുർആനുണ്ട് എന്നത് നമ്മുടെ ഒരു ഗർവമായിരിക്കണം, നമ്മുടെ ഒരു അഭിമാനമായിരിക്കണം. ഏത് വിഷയത്തിലും അത് ഞങ്ങൾക്ക് വഴി കാണിക്കുന്നു എന്നുള്ളത് നമുക്കൊരു അഭിമാനവും സന്തോഷവുമായിരിക്കണം. ഏത് പ്രതിസന്ധികളിലും പരിശുദ്ധ ഖുർആനിനെക്കുറിച്ചുള്ള ചിന്ത ആശ്വാസമായിരിക്കണം, സമാധാനമായിരിക്കണം. ഏത് പരീക്ഷണങ്ങളിലും പരിശുദ്ധ ഖുർആൻ തണലായി നിൽക്കണം. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനയിലുള്ളത്, അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖൽബി വനൂറ സദ്രി വജിലാഅ ഹുസ്നി വദഹാബ ഹമ്മി. അല്ലാഹുവേ, ഖുർആനിനെ എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തമാക്കണമേ, എൻ്റെ നെഞ്ചിലെ പ്രകാശമാക്കണമേ, എൻ്റെ സങ്കടങ്ങളെ ഇല്ലാതെയാക്കുന്നതാക്കണമേ, എൻ്റെ ദുഃഖങ്ങൾക്ക് ശമനം നൽകുന്നതാക്കണമേ. ദുഃഖങ്ങൾക്ക് ശമനം, സങ്കടങ്ങൾക്ക് വിട, ഹൃദയത്തിൻ്റെ പ്രകാശം ഇരുട്ടിനെ നീക്കുന്നത്, ഹൃദയത്തിലെ വസന്തം, അതാണ് പരിശുദ്ധ ഖുർആൻ. അങ്ങനെ ആവണം. അതുകൊണ്ട് തന്നെ അതുല്യമായ ഒരു അധ്യായം, 99 വചനങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ അധ്യായം അല്ലാഹു സുബ്ഹാനഹു വ തആല തുടങ്ങുന്നത് തന്നെ ഖുർആനിനെ സംബന്ധിച്ച് നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ്. അഥവാ തിൽക ആയാത്തുൽ കിതാബി വ ഖുർആനിൻ മുബീൻ. ഇനി പറയാൻ പോകുന്ന ആയത്തുകളൊക്കെ അതുല്യമായൊരു വേദഗ്രന്ഥത്തിലെ വചനങ്ങളാണ്, കാര്യങ്ങളെ വ്യക്തമാക്കുന്ന ഖുർആനിലെ വചനങ്ങളാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചു കേൾക്കൂ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഉറുബമ, ഒരു വേള, യവദ്ദുല്ലദീന കഫറു, സത്യനിഷേധികൾ ആഗ്രഹിച്ചു പോകുന്നു. വദ്ദ യവദ്ദു വുദ്ദൻ, വദ്ദ യവദ്ദു വുദ്ദൻ, ആഗ്രഹിക്കുക. യവദ്ദുല്ലദീന കഫറു, സത്യനിഷേധികൾ ആഗ്രഹിച്ചു പോകുന്നതാണ്. ലൗ കാനൂ മുസ്ലിമീൻ, അവർ മുസ്ലിമീങ്ങളായിരുന്നെങ്കിൽ എന്ന്. പരിശുദ്ധ ഖുർആനിൻ്റെ മഹത്വം പറഞ്ഞിട്ട് ആദ്യം പറയുന്ന വിഷയം ഇതാണ്, മുസ്ലിമാവുക എന്നതിൻ്റെ പ്രാധാന്യം, ഇസ്ലാമിൻ്റെ പ്രാധാന്യം. ഇസ്ലാം വേണ്ടെന്ന് വച്ചവരെല്ലാവരും ഞങ്ങൾ മുസ്ലിമീങ്ങളായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുമെന്നാണ്. ഇത് ഏതു സന്ദർഭത്തിലാണ് ഈ ആഗ്രഹമുണ്ടാകുന്നത്? മുഫസ്സിരീങ്ങളിൽ ചിലർ പറഞ്ഞു, മരിക്കുന്ന സമയത്ത് അവർ ആഗ്രഹിക്കും ഞങ്ങൾ മുസ്ലിമീങ്ങളായിരുന്നെങ്കിൽ എന്ന്. കാരണം മരിക്കുന്ന സമയത്താണ് യാഥാർത്ഥ്യം അറിയുന്നത്, മലക്കുകളെ കാണാൻ പറ്റുന്നത്, അവരുടെ അവസ്ഥ അറിയുന്നത്, സ്വർഗവും നരകവും കാണിക്കപ്പെടുന്നത്. ആ സമയത്ത് ഞങ്ങൾ മുസ്ലിമീങ്ങളായിരുന്നെങ്കിൽ എന്നവർ ആഗ്രഹിക്കുന്നതാണ്. അതിൽ സംശയമില്ല. പരിശുദ്ധ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും ഈ ആശയം ധാരാളമായി സ്ഥിരപ്പെട്ടതാണ്. എന്നാൽ സ്വഹീഹായ ഹദീസുകളിൽ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഓതിക്കൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് ഏതാണ് സന്ദർഭം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമാം തബറാനിയും ഇബ്നു ഹിബ്ബാനും മറ്റു മുഹദ്ദിസുകളും ഉദ്ധരിക്കുന്ന സ്വീകാര്യയോഗ്യമായ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. സ്വാലിഹ് ഇബ്നു അബി ത്വരീഫ് റളിയല്ലാഹു തആല അൻ, അദ്ദേഹം അബൂ സഈദിൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അസ്സമിഅത റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു ഫീ ഹാദിഹിൽ ആയ റുബമാ യവദ്ദുല്ലദീന കഫറൂ ലൗ കാനൂ മുസ്ലിമീൻ. ഈ ആയത്തിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണ് ഈ ആഗ്രഹം? ഞങ്ങൾ മുസ്ലിമീങ്ങളായിരുന്നെങ്കിൽ എന്ന മുസ്ലിമീങ്ങൾ ആഗ്രഹിക്കുന്നത് എപ്പോഴാണ്? ഫഖാൽ, അദ്ദേഹം പറഞ്ഞു, നഅം സമിഅ്തു, അതെ, അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. യഖൂലു, എപ്പോഴാണത്? യുഖ്രിജുല്ലാഹു ഉനാസൻ മിനൽ മുഅ്മിനീന മിനൻ നാരി ബഅദമാ യഅഖുദു നിഖമതഹു മിൻഹും ഖാല ലമ്മ അദ്ഖലഹുമുല്ലാഹു النار مع المشركين قال المشركون أليس كنتم تزعمون في الدنيا أنكم أولياء فما لكم معنا في النار فإذا سمع الله ذلك منهم أذن في الشفاعة فيتشفع لهم الملائكة والنبيون حتى يخرجوا بإذن الله فلما أخرجوا قالوا يا ليتنا كنا مثلهم فتدركنا الشفاعة فنخرج من النار فذلك قول الله عز وجل ربما يود الذين كفروا لو كانوا مسلمين. നരകത്തിൽ
ആളുകൾ പ്രവേശിപ്പിക്കപ്പെടുമ്പോൾ മുസ്ലിമീങ്ങളും നരകത്തിലുണ്ടാവും, മുസ്ലിമീങ്ങളും നരകത്തിലുണ്ടാകും. അവർ ചെയ്ത തെറ്റുകൾക്കനുസരിച്ച് അള്ളാഹു പാപങ്ങൾ പുറത്തു കൊടുക്കുന്നില്ലെങ്കിൽ മുസ്ലിമീങ്ങളും തുടക്കത്തിൽ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടും. അപ്പോൾ ബഹുദൈവാരാധകർ ചോദിക്കുകയാണ്, നിങ്ങളെന്താണ് ഇവിടെ? നിങ്ങളിവിടെ ഉണ്ടാവാൻ പാടില്ലല്ലോ, നിങ്ങൾ സ്വർഗത്തിൻ്റെ ആളുകളല്ലേ, നിങ്ങൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കളല്ലേ. മാത്രമല്ല ചില റിവായത്തിലുള്ളത് അവർ ഇങ്ങനെ ചോദിക്കുന്നതാണ്, എന്ത്? ഏകനായ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിച്ചത് കൊണ്ട് ഗുണമൊന്നും ഉണ്ടായില്ല അല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ചൊല്ലിയത് കൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടായില്ല അല്ലേ? കാരണം നിങ്ങളും ഞങ്ങളുടെ കൂടെ നരകത്തിലാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്നതാണ്. നരകക്കാരിത് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കും. പക്ഷേ വിശ്വാസികൾക്കറിയാം, പഠിച്ചവർക്കറിയാം, തൗഹീദ് ഉള്ളവരാണെങ്കിലും മുസ്ലിമീങ്ങളാണെങ്കിലും അവർ ചെയ്യുന്ന തെറ്റുകൾക്കുള്ള ശിക്ഷ നരകത്തിൽ അനുഭവിക്കേണ്ടി വരും. അള്ളാഹു പുറത്തു കൊടുക്കുന്നില്ലെങ്കിൽ അത് അനുഭവിക്കണം. അതിന് ശേഷമേ അവർക്ക് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുള്ളൂ. ഇത് നമുക്കൊക്കെ അറിയാം. പക്ഷേ ബഹുദൈവാരാധകർ അവിടെ വെച്ച് അങ്ങനെ പറയും, നിങ്ങളെന്താണ് ഇവിടെ? ഇത് ഞങ്ങൾ വരേണ്ട സ്ഥലമല്ലേ? ഈ വാക്ക് അള്ളാഹു കേൾക്കും. ഉടനെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, മലക്കുകളോടും പ്രവാചകന്മാരോടും സാലിഹീങ്ങളോടും പറയും, എല്ലാവരും ശുപാർശ ചെയ്യൂ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി, ഞാൻ നിങ്ങളുടെ ശുപാർശ സ്വീകരിക്കാം. അങ്ങനെ മലക്കുകൾ ശുപാർശ പറയും, അമ്പിയാക്കൾ ശുപാർശ പറയും, സാലിഹീങ്ങൾ ശുപാർശ പറയും. അങ്ങനെ എല്ലാവരെയും ആ ശുപാർശ കൊണ്ട് കലിമത്തു തൗഹീദ് പറഞ്ഞ മുഴുവൻ ആളുകളെയും അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിലേക്കാക്കും. ചില റിവായത്തിലുള്ളത് എല്ലാ മുസ്ലിമീങ്ങളും സ്വർഗത്തിൽ പ്രവേശിക്കൂ എന്ന് കൽപ്പന ഉണ്ടാവുന്നതാണ്. എല്ലാ മുസ്ലിമീങ്ങളും വരൂ സ്വർഗത്തിലേക്ക് പ്രവേശിക്കൂ എന്ന് കൽപ്പനയുണ്ടാകും. അങ്ങനെ അവരെല്ലാവരും സ്വർഗത്തിലേക്ക് പോകുമ്പോൾ സത്യനിഷേധികൾ ആഗ്രഹിച്ചു പോകും, ഞങ്ങളും മുസ്ലിമീങ്ങളായിരുന്നെങ്കിൽ, ഇസ്ലാം സ്വീകരിച്ച് കലിമത്ത് തൗഹീദ് പറഞ്ഞിരുന്നെങ്കിൽ ഉപകാരപ്പെടുമായിരുന്നു, ഞങ്ങൾ അതുപോലും പറഞ്ഞില്ല. അങ്ങനെ കലിമത്തു തൗഹീദെങ്കിലും പറഞ്ഞ് മുസ്ലിമീങ്ങളായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നവർ ആഗ്രഹിക്കുമെന്നാണ്. അങ്ങനെ ആ മുസ്ലിമീങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഫയുസമ്മൗന ഫിൽ ജന്നതി അൽ ജഹന്നമിയീൻ, ജഹന്നമികൾ എന്നവർക്ക് പേര് ലഭിക്കും. എന്തുകൊണ്ട്? മിൻ അജ്ലി സവാദിൻ ഫി വുജൂഹിം, അവരുടെ മുഖത്ത് നരകത്തിൽ കരിഞ്ഞ പാടുകളുണ്ടാകും, മുഖത്ത് കറുപ്പ് നിറമുണ്ടാകും. അപ്പോൾ സ്വർഗത്തിലുള്ളവർക്ക് മനസ്സിലാകും ഇവർ നരകത്തുനിന്ന് വന്നവരാണ്. അപ്പോൾ നരകത്തിലെ ആളുകൾ എന്ന് സ്വർഗക്കാർ അവർക്ക് പേര് നൽകും. അപ്പോൾ അവർ റബ്ബിനോട് പറയും, റബ്ബന അദ്ഹിബ് അന്ന ഹാദൽ ഇസ്മ, അള്ളാഹുവേ ഈ പേര് ഞങ്ങളിൽ നിന്ന് എടുത്തു കളയണം, കാരണം ഈ പേര് ഞങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. ഖാല ഫയ ഉമുറുഹും ഫയഗ്തസിലൂന ഫീ നഹ്രിൻ ഫിൽ ജന്ന ഫയദ്ഹബു ദാലിക മിൻഹും. അങ്ങനെ സ്വർഗത്തിലുള്ള ഒരു പുഴയിൽ അള്ളാഹു അവരോട് കുളിക്കാൻ പറയും. ആ പുഴയിൽ നിന്ന് അവർ കുളിച്ച് കയറിയാൽ ഈ അടയാളങ്ങളെല്ലാം ഇല്ലാതെയാകും. അങ്ങനെ ആ പേരും ഇല്ലാതെയാകും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും നരകത്തിൽ പ്രവേശിക്കാതെ തന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന, പാപങ്ങൾ പൊറുക്കപ്പെടുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാം എന്ന മതത്തിൽ മരണം വരെ ഉറച്ചു നിൽക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ യാഥാർത്ഥ്യം കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ആലി ഇംറാനിൽ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാൻ ഇടവരരുത്. മുസ്ലിമീങ്ങളായി മരിക്കണം. കാരണം നിങ്ങൾ മുസ്ലിമീങ്ങളാണോ, തൗഹീദ് ഉണ്ടോ, ഈമാനിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ഉള്ളിലുണ്ടോ, എങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും. അതുകൊണ്ട് മുസ്ലിമീങ്ങളാവുക എന്നത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് എന്ന വലിയ യാഥാർത്ഥ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. ഇത്രയൊക്കെ ആയിട്ടും ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറാവാത്തവരെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ദറുഹും, അവരെ വിട്ടേക്കൂ. വദറ യദറു, വദറ എന്ന് പറഞ്ഞാൽ വിട്ടേക്കുക. ദർ എന്നത് അതിൻ്റെ അമ്രാണ്. ദറുഹും, അവരെ വിട്ടേക്കൂ. യഅ്കുലു, അവർ തിന്നട്ടെ. അകല യഅ്കുലു അക്ലൻ വയതമത്തഉ, അവർ സുഖിക്കുകയും ചെയ്യട്ടെ. തമത്തഅ എന്ന് പറഞ്ഞാൽ സുഖമെടുക്കുക. യതമത്തഉ തമത്തുഅൻ. ദറുഹും യഅ്കുലു വയതമത്തഉ, സത്യനിഷേധികൾ തിന്നുകയും സുഖിക്കുകയും ചെയ്യട്ടെ. സത്യനിഷേധികളെക്കുറിച്ച് പറയുന്നിടത്ത് പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ ഉപയോഗിച്ചതാണ് തിന്നുകയും സുഖമെടുക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹലാല് ഹറാമ് നോക്കാതെ തിന്നുക, അമിതമായി തിന്നുക,
ഭക്ഷണം എന്നുള്ളതിനെ മെയിനായി കാണുക, ജീവിക്കുന്നത് തന്നെ തിന്നുക എന്നതിനാവുക, മാത്രമല്ല മരണാനന്തര ജീവിതം എന്ന ഒരു ലക്ഷ്യം ഇല്ലാതിരിക്കുക. മരണാനന്തര ജീവിതം ലക്ഷ്യമില്ലാത്തവർക്ക് പിന്നെ മാക്സിമം ഇവിടുന്ന് സുഖമെടുക്കണം, മാക്സിമം വെള്ളം കുടിക്കണം, മാക്സിമം ഭക്ഷണം കഴിക്കണം, ഇങ്ങനെ സുഖങ്ങളെടുക്കുക. അതാണല്ലോ ലിബറലിസത്തിൻ്റെ ഒക്കെ വക്താക്കൾ പറയുന്നത്. ആകെ ഒരൊറ്റ ജീവിതമേ ഉള്ളൂ, അടിച്ചു പൊളിക്കുക എന്ന്. കാരണം മറ്റൊരു ജീവിതത്തെക്കുറിച്ച് അവർക്ക് ചിന്തയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ദർഹും, പറഞ്ഞിട്ട് മനസ്സിലാകാത്ത ആളുകളെ ദർഹും വിട്ടേക്ക്, യഅ്കുലു വയതമത്തഉ, തിന്നട്ടെ സുഖിക്കട്ടെ, വയുൽഹിഹിമുൽ അമലു, വ്യാമോഹങ്ങളും അമിതമായ ആർത്തികളും അവരെ അശ്രദ്ധമാക്കിയിരിക്കുന്നു. അൽഹ യുൽഹി, ഇൽഹ എന്ന് പറഞ്ഞാൽ അശ്രദ്ധമാക്കുക. വയുൽഹിഹിമുൽ അമലു, അമൽ അഥവാ പ്രതീക്ഷകൾ, ആർത്തി, അത്യാഗ്രഹം അവരെ അശ്രദ്ധമാക്കിയിരിക്കുന്നു. അൽഹാക്കുമുത് തകാസുർ എന്ന് പറഞ്ഞില്ലേ, പരസ്പരം പെരുമ നടിക്കൽ നിങ്ങളെ അശ്രദ്ധമാക്കിയിരിക്കുന്നു. ഹത്ത സുർത്തുമുൽ മഖാബിർ, ഖബറിടം സന്ദർശിക്കുന്നത് വരെ ആ അശ്രദ്ധ നിങ്ങളിലുണ്ടാകും. കാരണം പണമുണ്ടാക്കുക എന്ന ചിന്ത മാത്രമാണുള്ളത്. അതാണ് വ്യാമോഹം എന്ന് പറയുന്നത്. വയുൽഹിഹിമുൽ അമലു, വ്യാമോഹം അവരെ അശ്രദ്ധമാക്കിയിരിക്കുന്നു. ഒരുപാട് ദുനിയാവ് സമ്പാദിച്ചു കൂട്ടുക എന്നത് അവരുടെ പ്രധാനപ്പെട്ട ചിന്തയായിരിക്കുന്നു. ഫസൗഫ യഅലമൂൻ, അവർ വഴിയെ അറിയുക തന്നെ ചെയ്യും. ഫസൗഫ യഅലമൂൻ, അവർ അറിയുക തന്നെ ചെയ്യും. ഇതൊന്നുമായിരുന്നില്ല യാഥാർത്ഥ്യം, മരണാനന്തര ജീവിതമാണ് യാഥാർത്ഥ്യമെന്ന് അവർ തിരിച്ചറിയുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയുന്നു, വമാ അഹ്ലക്ന മിൻ ഖറയത്തിൻ, ഒരു പട്ടണത്തെയും ഞാൻ നശിപ്പിച്ചിട്ടില്ല. അഹ്ലക യുഹ്ലികു ഇഹ്ലാക്കൻ, നശിപ്പിക്കുക. വമാ അഹ്ലക്ന മിൻ ഖറയത്തിൻ, ഒരു പട്ടണത്തെയും നാം നശിപ്പിച്ചിട്ടില്ല. ഇല്ലാ വലഹ, അതിന് ഉണ്ടായിക്കൊണ്ടല്ലാതെ. എന്ത്? കിതാബുൻ മഅലൂം, അറിയപ്പെട്ട ഒരു രേഖ. ഇവിടെ കിതാബ് എന്ന് പറഞ്ഞാൽ കിതാബ, രേഖ അഥവാ അജൽ, ആയുസ്സിൻ്റെ പര്യവസാനം കാണിക്കുന്ന ആ ഖദ്ർ, അതാണ് മഅലൂം എന്ന് പറഞ്ഞത്. മഅലൂം എന്ന് പറഞ്ഞാൽ മഅലൂം, അറിയപ്പെട്ടത്. അറിയപ്പെട്ട ഒരു രേഖയില്ലാതെ, അറിയപ്പെട്ട ഒരു ഖദറില്ലാതെ ഒരു തലമുറയെയും നാം നശിപ്പിച്ചിട്ടില്ല. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? തഫ്സീറുകളിൽ കാണാം. അതുകൊണ്ടുള്ള ഉദ്ദേശം ഏതൊരു ഉമ്മത്തിനും ലികുല്ലി അജലിൻ കിതാബ്, ഓരോ അജലിനും ഓരോ രേഖ ഉണ്ടെന്നാണ്. ഒരു ഉറുമ്പ് നമ്മുടെ മുന്നിൽ ചാവുന്നത് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ആ ഉറുമ്പ് എപ്പോൾ ചാവണമെന്നത് എഴുതപ്പെട്ടതാണ്. ആ സമയത്തെ ആ ഉറുമ്പ് ചാവുള്ളൂ. ഏത് ജീവിക്കും അതിൻ്റെ അജല് അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിർണിതമായ അവധി എല്ലാറ്റിനുമുണ്ട്, എല്ലാവർക്കുമുണ്ട്, സമൂഹങ്ങൾക്കുണ്ട്, രാജ്യങ്ങൾക്കുണ്ട്. മനുഷ്യനൊരവധിയുണ്ട്, പട്ടണങ്ങൾക്ക് അവധിയുണ്ട്. ഇവിടെ പട്ടണത്തെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ഏതൊരു നാടിനും ഒരവധിയുണ്ട്. ആ അവധി കഴിഞ്ഞാൽ അള്ളാഹു പിടിക്കും. അത് മുന്നോട്ടും പോകൂല, പിന്നോട്ടും വരൂല. അതാണ് തൊട്ടടുത്ത ആയത്തിൽ പറഞ്ഞത്, മാ തസ്ബിഖു മിൻ ഉമ്മത്തിൻ അജലഹ, ഒരു സമൂഹവും അതിൻ്റെ അജലിനെ മറികടന്നിട്ടില്ല. സബഖ യസ്ബിഖു, സബഖ് എന്ന് പറഞ്ഞാൽ മറികടക്കുക. മാ തസ്ബിഖു മിൻ ഉമ്മത്തിൻ, ഒരു സമൂഹവും ഒരു രാജ്യവും മറികടന്നിട്ടില്ല. അജലഹ, അതിൻ്റെ അജലിനെ, അതിൻ്റെ അവധിയെ മറികടന്നിട്ടില്ല. വമാ യസ്തഖിറൂൻ, നേരത്തെ ആയിട്ടുമില്ല. വമാ യസ്തഖിറൂൻ, നീട്ടി ഇടപെടുകയും ചെയ്തിട്ടില്ല. അവർക്ക് അവധി കൊടുക്കപ്പെട്ടിട്ടില്ല. വമാ യസ്തഖിറൂൻ, അവർക്ക് കാലതാമസവും നൽകിയിട്ടില്ല. ഇസ്തഖറ എന്ന് പറഞ്ഞാൽ കാലതാമസം നൽകുക. നേരത്തെ ആയിട്ടില്ല, മുസാബഖത്ത് സംഭവിച്ചിട്ടില്ല, നീട്ടിയിട്ട് കൊടുത്തിട്ടുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ പറഞ്ഞതുപോലെ ഒരാളുടെ അജല് എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അവധി നീട്ടിക്കൊടുക്കുകയില്ല. അതിനു മുമ്പേ അവരെ പിടിക്കുകയുമില്ല. ഇതിലൂടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആശ്വാസം നൽകുന്നതോടൊപ്പം സത്യനിഷേധികൾക്കുള്ള താക്കീതുമാണ് എന്ന് തഫ്സീറുകളിൽ കാണാം. എന്താണ് ആശ്വാസം നൽകുന്നത്? നബിയെ, നിങ്ങൾ തിരക്ക് കൂട്ടരുത്. ഒരു നാടിനു വേണ്ടിയും, ഒരു രാജ്യക്കാർക്ക് വേണ്ടിയും, ഒരു നാടിനു വേണ്ടിയും, ഒരു വ്യക്തിക്ക് വേണ്ടിയും നിങ്ങൾ തിരക്ക് കൂട്ടരുത്.
ഏതൊരു സമൂഹത്തെയും അള്ളാഹു ലൗഹുൽ മഹ്ഫൂദിൽ ഖദറാക്കിയ സമയത്തല്ലാതെ അള്ളാഹു പിടിച്ചിട്ടില്ല. അതിൻ്റെ മുമ്പേ ആക്കൂല, അതിന് ശേഷവും നോട്ടൂല. കാരണം റബ്ബ് അവരുടെ പ്രവർത്തനങ്ങളെ നോക്കിക്കാണുന്നുണ്ട്. അള്ളാഹു എല്ലാം അറിയുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് ഒരു കാര്യം അറിയാൻ അത് സംഭവിക്കണമെന്നില്ല. ഏതൊരു കാര്യവും അത് സംഭവിക്കുന്നതിന് മുമ്പേ തന്നെ അറിയുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ആലിമുൽ ഗൈബി വശഹാദ, അവൻ ദൃശ്യവും അദൃശ്യവും അറിയുന്നവനാണ്. അതുകൊണ്ട് ഇതറിഞ്ഞുകൊണ്ടാണ് അള്ളാഹു ഓരോന്നിനെയും ഖദറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് രാജ്യങ്ങളെ എപ്പോൾ പിടികൂടണം എന്ന് റബ്ബിനറിയാം. അക്രമികളുടെ പര്യവസാനം എപ്പോഴായിരിക്കണം എന്ന് റബ്ബിനറിയാം. ആ അവധിക്ക് മുന്നേയും അള്ളാഹു പിടിക്കൂല. അവധി എത്തിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി കഴിയട്ടെ എന്നും അള്ളാഹു വിചാരിക്കൂല. മാ തസ്ബിഖു മിൻ ഉമ്മത്തിൻ അജലഹാ വമാ യസ്തഖിറൂൻ. അതുകൊണ്ട് നബിയെ നിരാശപ്പെടണ്ട, വിശ്വാസികളെ നിരാശപ്പെടണ്ട, സത്യനിഷേധികളെ നിങ്ങൾ വ്യാമോഹിക്കുകയും വേണ്ട. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ പിടികൂടപ്പെടുന്നതാണ്, നിങ്ങളുടെ അജലും വരുന്നതാണ് എന്നല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. വഖാലു, അപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ, ബഹുദൈവാരാധകർ പറഞ്ഞു, അല്ലെങ്കിൽ അവർ പറയുന്നു, യാ അയ്യുഹല്ലദീ നുസ്സില അലൈഹി ദിക്ർ. യാ അയ്യുഹ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേർഡാണ്. എന്താണ് വിളിക്കുന്നത്? അല്ലദീ, യാതൊരുവനെ നുസ്സില ഇറക്കപ്പെട്ടിരിക്കുന്നു, അലൈഹി അവൻ്റെ മേൽ, അദ്ദിക്റു ഉത്ബോധനം, പരിശുദ്ധ ഖുർആൻ. അപ്പോൾ നബിയുടെ സിഫത്ത് വെച്ച് പറയാണ്, അള്ളാഹുവിൽ നിന്ന് വേദഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വാദിക്കുന്നവനെ. വഖാലു, അവർ പറഞ്ഞു, അവർ വിളിച്ചു, യാ അയ്യുഹല്ലദീ, യാതൊരുവനെ, നുസ്സില അലൈഹി ദിക്റു ഉത്ബോധനം അവതരിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന വ്യക്തിയെ, ഇന്നക ലമജ്നൂൻ, തീർച്ചയായും താങ്കൾ ഭ്രാന്തനാണ്. മഅദല്ലാഹ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അവർ പറയുകയാണ്, താങ്കൾ ഭ്രാന്തനാണ്. ഈ ഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ടു എന്ന് അവകാശപ്പെടുന്ന വ്യക്തിയെ താങ്കൾ യഥാർത്ഥത്തിൽ ഭ്രാന്തനാണ് എന്നവർ പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിനെ കുറിച്ച് പറഞ്ഞെന്താണ്? തിൽക ആയാത്തുൽ കിതാബി വ ഖുർആനിൻ മുബീൻ. വ്യക്തമായ ഗ്രന്ഥം. ആർക്കും ഈ ഖുർആനിൻ്റെ ദൈവികത മനസ്സിലാകും. അങ്ങനെയുള്ള ഒരു ഗ്രന്ഥം ഒരു ഭ്രാന്തന് പറയാൻ കഴിയുമോ? ഭ്രാന്തുള്ള ഒരാൾക്ക് ക്രോഡീകരിക്കാൻ കഴിയുന്നതാണോ ഈ അതുല്യമായ ക്രോഡീകരണം? ഇത്രയും മഹത്തായ ആശയം ഭ്രാന്തന്മാർക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റാത്തവർക്കാണല്ലോ നമ്മൾ ഭ്രാന്തൻ എന്ന് പറയാം. ഭ്രാന്തില്ല എന്നതിൻ്റെ അടയാളം അയാൾ ഏറ്റവും തെളിഞ്ഞ ബുദ്ധിയോടുകൂടി സംസാരിക്കുന്നു, വിവേകവും നീതിയും നഷ്ടപ്പെടാതെ സംസാരിക്കുന്നു, എങ്കിൽ ഭ്രാന്തില്ല എന്നാണല്ലോ. എങ്കിൽ ഏറ്റവും തെളിഞ്ഞ ബുദ്ധിയുടെ ഉടമസ്ഥനെ എന്നാണ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ അഭിസംബോധന ചെയ്യേണ്ടത്. പക്ഷേ അവരുടെ വൈരുദ്ധ്യം നോക്കൂ. ഇതുപോലൊരു ഗ്രന്ഥം കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അവരിലുള്ള ഒരാൾക്കും സാധിച്ചിട്ടില്ല. എന്നിട്ടും നബിയെക്കുറിച്ച് അവർ പറയുന്നത് താങ്കൾ ഭ്രാന്തനാകുന്നു. എന്നാൽ പിന്നെ ഭ്രാന്തനായ ഒരാൾ കൊണ്ടുവന്നതിനെ മറികടക്കാൻ ബുദ്ധിശാലികൾക്ക് കഴിയണ്ടേ? അതൊട്ട് കഴിയൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭ്രാന്താണെങ്കിൽ നിങ്ങൾക്കാർക്കും ഭ്രാന്തില്ലല്ലോ. ഭ്രാന്തില്ലാത്തവർ ഇതിനേക്കാൾ മുന്തിയത് കൊണ്ടുപോവാ എന്ന് പറഞ്ഞിട്ട് അത് സാധിക്കൊന്നുമില്ല. കോൺട്രഡിക്ഷൻ, അവരുടെ വാദങ്ങളിലെ വൈരുദ്ധ്യമാണത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. വഖാലു, അവർ പറഞ്ഞു, യാ അയ്യുഹല്ലദീ നുസ്സില അലൈഹി ദിക്റു, ഏതൊരാളുടെ മേലാണോ ഈ ദിക്ർ അവതരിപ്പിക്കപ്പെട്ടത് അങ്ങനെയുള്ള വ്യക്തി, ഇന്നക താങ്കൾ ലമജ്നൂൻ, ഭ്രാന്തനാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഭ്രാന്തനെന്നും സാഹിറെന്നും കാഹിനെന്നും ഷാഇറെന്നും ഒക്കെ വിളിച്ചിട്ടുണ്ട്. അതിനൊക്കെ അള്ളാഹു ഖണ്ഡനവും പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ ഖുർആനിൽ. ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഭ്രാന്തനോ സാഹിറോ ഷാഇറോ കാഹിനോ ഒന്നുമല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അവരുടെ രണ്ടാമത്തെ ന്യായം, ലൗ മാ തഅതീന ബിൽ മലായിക, താങ്കൾ എന്താണ് ഞങ്ങളുടെ അടുക്കലേക്ക് മലക്കുകളെ കൊണ്ടുവരാത്തത്? അതാബി എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക, യഅ്തിയാൻ. ലൗ മാ തഅതീന, എന്തുകൊണ്ട് താങ്കൾ ഞങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവരുന്നില്ല? എന്തുകൊണ്ടുവരുന്നില്ല? ബിൽ മലായിക, മലക്കുകളെ കൊണ്ടുവരാത്തത് എന്താണ്? അഥവാ ഞങ്ങൾക്ക് കാണാവുന്ന രൂപത്തിൽ മലക്കുകളെ കൊണ്ടുവാ, നുബുവത്തിന് അടയാളമായി. ഇൻ കൂത മിനസ് സാദിഖീൻ, താങ്കൾ സത്യസന്ധനാണെങ്കിൽ. സാദിഖ് എന്ന് പറഞ്ഞാൽ ദുസ്സിദ്ഖ്, സത്യം പറയുന്ന ആൾ. താങ്കൾ സത്യസന്ധരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണെങ്കിൽ, ഇൻ കുൻത മിനസ് സാദിഖീൻ, സത്യമാണ് പറയുന്നതെങ്കിൽ മലക്കുകളെ കൊണ്ടുവരണം. അതും അവരുടെ ഒരു തെറ്റായ വാദത്തിൻ്റെ, അതല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കാനുള്ള ദുർന്യായത്തിൻ്റെ ഭാഗം മാത്രമാണ്.
കാരണം മലക്കുകളെ കാണാതെ തന്നെ വ്യക്തത നൽകുന്ന ആയത്തുകളാണ്, ദൃഷ്ടാന്തങ്ങളാണ് പരിശുദ്ധ ഖുർആനിലുള്ളത്. അതാണ് തിൽക ആയാത്തുൽ കിതാബി വ ഖുർആനിൻ മുബീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ പരിശുദ്ധ ഖുർആൻ അവർക്ക് മതിയായതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. മറ്റൊരു തെളിവിൻ്റെയും ആവശ്യമില്ല ചിന്തിക്കുന്ന ആലോചിക്കുന്ന ആളുകൾക്ക്. പക്ഷേ അവർക്ക് നിഷേധിക്കാൻ എന്തെങ്കിലും ന്യായങ്ങൾ വേണം. അതിനാണ് അവർ അങ്ങനെ പറയുന്നത്. ഇല്ല എങ്കിൽ നിങ്ങൾ നോക്കൂ, സൂറത്തുൽ അൻആമിലെ 111 അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലൗ അന്നനാ നസ്സൽനാ ഇലൈഹിമുൽ മലായികത വകല്ലമഹുമുൽ മൗതാ. നാം മലക്കുകളെ കൂട്ടം കൂട്ടമായി അവർക്ക് ഇറക്കി കാണിച്ചു കൊടുക്കുകയും മരിച്ചവർ എഴുന്നേറ്റ് വന്ന് അവരോട് സംസാരിക്കുകയും വഹശർനാ അലൈഹിം കുല്ല ശൈഇൻ ഖുബുല. മുമ്പ് മരിച്ചുപോയ നശിച്ചുപോയ എല്ലാറ്റിനെയും, ജീവജാലങ്ങളും മനുഷ്യരെയും ജിന്നുകളെയും എല്ലാം ഇവരുടെ മുന്നിൽ ഒരുമിച്ച് കൂട്ടിയാൽ മാ കാനൂ ലിയുഅ്മിനു, അപ്പോഴും വിശ്വസിക്കൂല. എന്താ മലക്കുകളില്ലാത്തെന്ന് ചോദിച്ചില്ല. അള്ളാഹു പറയണം, മലക്കുകളെ കണ്ടാലും വിശ്വസിക്കൂല. മരിച്ചവർ എഴുന്നേറ്റ് വന്ന് ഖബറിലുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചാലും വിശ്വസിക്കൂല. പൂർവ്വകാല സമൂഹങ്ങൾ മുഴുവൻ ഒരുമിച്ച് കൂട്ടപ്പെട്ട് ഇവരോട് സംസാരിച്ചാലും അവർ വിശ്വസിക്കൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, കാരണം വിശ്വസിക്കുവാൻ താല്പര്യമുള്ളവന് പര്യാപ്തമായ ദൃഷ്ടാന്തങ്ങൾ പ്രപഞ്ചത്തിലും വേദഗ്രന്ഥത്തിലും ധാരാളമുണ്ട്. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫി അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. പരിശുദ്ധ ഖുർആൻ സത്യമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുന്ന ദൃഷ്ടാന്തങ്ങൾ ചക്രവാളങ്ങളിലും അവരുടെ ശരീരത്തിൽ തന്നെയും നാം അവർക്ക് കാണിച്ചു കൊടുക്കും. മനുഷ്യൻ്റെ ശരീരം പോലും തെളിവാണ്. വഫി അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ. നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഒരുപാട് അടയാളങ്ങളുണ്ട്. എന്താണ് നിങ്ങൾ നോക്കാത്തത്? വിരൽ തുമ്പുകൾ പോലും ദൃഷ്ടാന്തമാണ്. അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിനും ഏകത്വത്തിനുമുള്ള തെളിവുകളാണ്. ഈ മഹാപ്രപഞ്ചം അതിൻ്റെ അടയാളങ്ങളാണ്. വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇഷ്ടം പോലെ തെളിവുണ്ട്. അപ്പോൾ പിന്നെ ഈ പറയുന്നത് എന്തിനാണ്? അത് നിഷേധത്തിന് ഒരു ന്യായീകരണം മാത്രം പറയുകയാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മാ നുനസ്സിലുൽ മലായികത ഇല്ലാ ബിൽ ഹഖ്. മാ നുനസ്സിലു, നാം ഇറക്കുകയില്ല. നസ്സല യുനസ്സിലു എന്ന് പറഞ്ഞാൽ ഇറക്കുക. മാ നുനസ്സിലുൽ മലായികത ഇല്ലാ ബിൽ ഹഖ്. ന്യായപ്രകാരമല്ലാതെ മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങുകയില്ല. അതും ജനങ്ങൾക്ക് കാണാവുന്ന രൂപത്തിലാവണമെങ്കിൽ കൃത്യമായി ചില വ്യവസ്ഥകൾ അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോഴേ മലക്കുകൾ ഇറങ്ങുന്നുള്ളൂ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമ പോലും ഭൂമിയിലേക്കുള്ള ഓരോ ഇറക്കവും അള്ളാഹുവിൻ്റെ പെർമിഷനോട് കൂടിയാണ്. പെർമിഷൻ ഇല്ലാതെ ഒരിക്കലും ഇറങ്ങാൻ പറ്റൂല. അതുകൊണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ തൻ്റെ ശരിയായ രൂപത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ വഹീന് ശേഷം 3 വർഷങ്ങൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണാൻ സാധിച്ചു. പിന്നീട് അതിനുശേഷം വീണ്ടും ഒരു വലിയ ഗ്യാപ്പുണ്ടായി. ഹിറാ ഗുഹയിൽ വെച്ച് കണ്ടു. പിന്നീട് ഒരു ഗ്യാപ്പുണ്ടായി. പിന്നീട് അതിനുശേഷം വീണ്ടും ശരിക്കുള്ള രൂപത്തിൽ കണ്ടു. അതിനുശേഷം വീണ്ടും ഒരു ഗ്യാപ്പുണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രയാസം തോന്നി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയോട് ചോദിച്ചു, എന്താണ് കുറച്ചുകൂടി ഫ്രീക്വൻ്റായി നിങ്ങൾ വരാത്തത് എന്താണ്? അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹു ആയത്തിറക്കി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയോട് പറഞ്ഞു കൊടുക്കാൻ. എന്താ പറയേണ്ടത്? വമാ നതനസ്സലു ഇല്ലാ ബിഅംരി റബ്ബിക്. താങ്കളുടെ റബ്ബിൻ്റെ കൽപ്പനയില്ലാതെ ഭൂമിയിലേക്ക് ഇറങ്ങാൻ ഞങ്ങൾക്ക് കഴിയില്ല. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഓരോ തവണ ഇറങ്ങുമ്പോഴും അള്ളാഹുവിൻ്റെ കൽപ്പനയോടുകൂടിയാണ് ഇറങ്ങുന്നത്. അള്ളാഹുവിൻ്റെ ഓർഡറോടുകൂടിയാണ് ഇറങ്ങുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മാ നുനസ്സിലുൽ മലായികത ഇല്ലാ ബിൽ ഹഖ്. ഭൂമിയിലേക്ക് നാം മലക്കുകളെ ന്യായപ്രകാരമല്ലാതെ ഇറക്കുകയില്ല. ഏതാണ് ആ ഹക്ക്? ഇബ്നു ജരീർ അത്ബരി മുജാഹിദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ചു പറയുന്നു, ഐ ബിർ റിസാലത്തി വൽ അദാബ്. ഒന്നെങ്കിൽ റിസാലത്തുമായി, സന്ദേശങ്ങളുമായി, അല്ലെങ്കിൽ ജനങ്ങൾക്കുള്ള ശിക്ഷയുമായി. ബദറിൽ ഇറങ്ങിയതുപോലെ, ഉഹദിൽ ഇറങ്ങിയതുപോലെ, അതേപോലെയുള്ള യുദ്ധ സാഹചര്യങ്ങൾ ഇറങ്ങിയതുപോലെ, ജനങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയതുപോലെ അദാബ് കൊണ്ട് ഇറങ്ങും, റിസാലത്ത് കൊണ്ടും ഇറങ്ങും. ഇതല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങൾ പറയുമ്പോഴൊക്കെ ഇറങ്ങുക എന്നുള്ളത് സംഭവ്യമല്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അങ്ങനെ നാം ന്യായപ്രകാരം ഇറക്കിക്കഴിഞ്ഞാലോ
വമാ കാനൂ ഇദം മുൻവരീൻ, അവർക്ക് പിന്നെ അവധി നീട്ടിയിട്ട് കൊടുക്കുകയുമില്ല. മലക്കുകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ കാര്യം തീരുമാനാവുന്നതാണ്. നിങ്ങൾ തിരക്കൂട്ടണ്ട, എന്താ മലക്കുകൾ വരാത്തത്? മലക്കുകൾ വന്നാൽ കാര്യം തീരുമാനാകും. അതുകൊണ്ട് വെറുതെ അനാവശ്യമായി തിരക്ക് കൂട്ടണ്ട എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അൻളറ യുൻളിറു എന്ന് പറഞ്ഞാൽ അവധി കൊടുക്കുക, മുൻളർ എന്ന് പറഞ്ഞാൽ അവധി നീട്ടിയിട്ട് കൊടുക്കപ്പെടുക. വമാ കാനൂ ഇദൻ മുൻളരീൻ, വമാ കാനൂ ഇദൻ മുൻളരീൻ, ഒരു നിലക്കും അവർക്ക് അവധി നീട്ടിയിട്ടപ്പെട്ട് കൊടുക്കുകയില്ല. അപ്പോൾ മലക്കുകളെ സംബന്ധിച്ച് ധൃതി കൂട്ടേണ്ടതില്ല എന്നർത്ഥം. നിഷേധത്തിനുള്ള ന്യായം കണ്ടെത്തുക മാത്രമാണ് യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്നത്. മലക്കുകളെങ്ങാനും ഇറങ്ങിയാൽ കാര്യം തീരുമാനിക്കപ്പെടും, അവധി നീട്ടിയിട്ട് കൊടുക്കപ്പെടുകയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് തന്നെ മലക്കുകളുടെ ഒന്നും ആവശ്യമില്ലാത്ത അതുല്യ വേദഗ്രന്ഥമായ ഖുർആനിനെ സംബന്ധിച്ച് വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്ന, തീർച്ചയായും നാം, നഹ്നു നസ്സൽന ദിക്റ, ഈ ഉത്ബോധനത്തെ നാമാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. വ ഇന്ന ലഹു ലഹാഫിളൂൻ, തീർച്ചയായും ഈ ഉത്ബോധനത്തെ നാം തന്നെ സംരക്ഷിക്കുന്നതാകുന്നു. നേരത്തെ പറഞ്ഞല്ലോ, വഖാലു യാ അയ്യുഹല്ലദീ നുസ്സില അലൈഹി ദിക്റു ഇന്നക ലമജ്നൂൻ, ഈ ദിക്ർ അവതരിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെ വാദിക്കുന്ന വ്യക്തി താങ്കൾ ഭ്രാന്തനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ല, ഏതൊരു ദിക്റിൻ്റെ പേരിലാണോ നിങ്ങൾ അദ്ദേഹത്തെ ഭ്രാന്തൻ എന്ന് വിളിക്കുന്നത്, ആ ദിക്ർ അദ്ദേഹത്തിൻ്റെ വകയല്ല. പിന്നെയോ, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ, ഞാനാണ് ഈ ഖുർആൻ അവതരിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, പ്രവാചകനല്ല, ഇത് അല്ലാഹുവിൻ്റെ വാക്കുകളാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ, തീർച്ചയായും ഈ ദിക്റിനെ നാമാണ് അവതരിപ്പിച്ചത്. വ ഇന്നാ ലഹു ലഹാഫിളൂൻ, തീർച്ചയായും നാം അതിനെ സംരക്ഷിക്കുന്നതാകുന്നു. പരിശുദ്ധ ഖുർആനിൻ്റെ ഹിഫ്ള് അല്ലാഹു ഏറ്റെടുത്തിരിക്കുന്നു. ഖബ്ലൻ നുസൂൽ, ഇറങ്ങുന്നതിന് മുമ്പും ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും അതിനുശേഷവും. ഇറങ്ങുന്നതിന് മുമ്പ് എവിടെയാണ്? ഫീ കിതാബിൻ മക്നൂൻ ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ, മക്നൂനായ ഭദ്രമാക്കപ്പെട്ട കിതാബ്. എവിടെ? ലൗഹുൽ മഹ്ഫൂൾ. എവിടെയാണ്? ലൗഹുൽ മഹ്ഫൂൾ, സുരക്ഷിതമായ ഫലകം. ആ സുരക്ഷിതമായ ഫലകത്തിൽ കിതാബുൻ മക്നൂനായി പരിശുദ്ധ ഖുർആൻ അവിടെ ഉണ്ട്. പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിൻ്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ലൗഹുൽ മഹ്ഫൂളിൽ ഖുർആനുണ്ട്, അവിടെ അത് സംരക്ഷിതമാണ്. പിന്നീട് ലൗഹുൽ മഹ്ഫൂളിൽ നിന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുന്നത് വരെയുള്ള ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ വാസിത, അവിടെ എന്തെങ്കിലും ആർക്കെങ്കിലും കൂട്ടാൻ പറ്റിയിട്ടുണ്ടോ? മലക്കുകൾ കൂട്ടുമോ? ഇല്ല. ജിന്നുകൾ കൂട്ടാൻ ശ്രമിക്കുമെന്നാണ്, ആകാശത്ത് നിന്നിറങ്ങി ഭൂമിയിലേക്ക് എത്തുമ്പോഴേക്ക് ഓതിക്കൊടുക്കുമ്പോൾ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ സംരക്ഷിച്ചിരിക്കുന്നു. ജിന്നുകൾക്കോ മറ്റോ അതിലേക്ക് യാതൊന്നും കൂട്ടാൻ കഴിയില്ല, ഒന്നും കുറയ്ക്കാനും കഴിയില്ല. ഇനി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയാകട്ടെ, ഒരു സംശയവും വേണ്ട, നസല ബിഹിർ റൂഹുൽ അമീൻ, വിശ്വസ്താത്മാവായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയാണ് അത് കൊണ്ടുവന്നത്. ഒരു ഹർഫ് പോലും കൂട്ടൂല, ഒരു ഹർഫ് പോലും കുറയ്ക്കയില്ല. വിശ്വസ്താത്മാവാണ് ജിബ്രീലു അലൈഹി സ്വലാത്തു വസ്സലാം. പിന്നെ ആരിലേക്കാണ് അത് വന്നത്? അൽ അമീൻ എന്ന് നിഷേധികൾ പോലും പേര് വിളിച്ച സത്യസന്ധനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് നബിയെക്കുറിച്ച് പറഞ്ഞത്, എന്തെങ്കിലും ഒരു വേർഡ് സ്വന്തം വക കൂട്ടാൻ വിചാരിച്ചാൽ വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ സുമ്മ ലഖതഅനാ മിൻഹുൽ വതീൻ ഫമാ മിൻകും മിൻ അഹദിൻ അൻഹു ഹാജിസീൻ വഇന്നഹു ലതദ്കിറത്തുൽ ലിൽ മുത്തഖീൻ. എന്തെങ്കിലും ഒരു ഖൗല് അല്ലാഹുവിൻ്റെ റസൂൽ ഇതിലേക്ക് കൂട്ടിയാൽ വലത് കൈകൊണ്ട് നാം അദ്ദേഹത്തെ പിടിക്കുകയും അദ്ദേഹത്തിൻ്റെ ജീവനാടി മുറിച്ചു കളയുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുർആനിൽ ഒരല്പം മയപ്പെടുത്താൻ, ആദർശത്തിൽ മയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു. സൂറത്ത് യൂനുസിൽ അതിന് മറുപടി പറയാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഖുൽ, പറയണം, മാ യകൂനു ലീ അൻ ഉബദ്ദിലഹു മിൻ തിൽഖാഇ നഫ്സി, എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഇതിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ എനിക്ക് അനുവാദമില്ല. ഇൻ അത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലൈ, എനിക്ക് അല്ലാഹു വഹി നൽകുന്നതിനെ ഞാൻ അങ്ങനെ തന്നെ ഫോളോ ചെയ്യാണ്. എൻ്റെ വക ഒന്നും കൂട്ടാൻ എനിക്ക് പാടില്ല. ഇന്നി അഖാഫു ഇൻ അസൈതു റബ്ബി അദാബ യൗമിൻ അളീം,
എൻ്റെ റബ്ബിനോടെങ്ങാനും ഞാൻ ഏതെങ്കിലും നിലയ്ക്ക് അനുസരണക്കേട് കാണിച്ചാൽ വേദനയേറിയ ഒരു ദിവസത്തിലെ ശിക്ഷയെ ഞാൻ ഭയപ്പെടുന്നു എന്ന് പറയൂ പ്രവാചകരെ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് ലൗഹുൽ മഹ്ഫൂദിലാണ്, അവതരിപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിലും അല്ലാഹു അതിനെ സംരക്ഷിച്ചിട്ടുണ്ട്. ഇനി അതിനുശേഷമോ പൂർവ്വകാല വേദഗ്രന്ഥങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പണ്ഡിത പുരോഹിതന്മാരെയായിരുന്നു അതിൻ്റെ ഹിഫ്ള് ഏൽപ്പിച്ചത്. വമസ്തുഹ്ഫിളൂ മിൻ കിതാബില്ലാ വകാനൂ അലൈഹി ഷുഹദാ എന്ന് സൂറത്തുൽ മാഇദയിൽ കാണാം. വമസ്തുഹ്ഫിളൂ മിൻ കിതാബില്ലാ, അള്ളാഹുവിൻ്റെ കിതാബിനെ സംരക്ഷിക്കാൻ പണ്ഡിത പുരോഹിതന്മാരെ ഏൽപ്പിച്ചു. റബ്ബ് അങ്ങനെ ഏൽപ്പിച്ചതാണ്, അള്ളാഹു അങ്ങനെ ഖദറാക്കിയതാണ്. തൗറാത്ത് സംരക്ഷിക്കാൻ അള്ളാഹുവിന് കഴിവില്ലാഞ്ഞിട്ടാണോ? ഖുർആൻ അവതരിപ്പിക്കുമ്പോഴേക്ക് അള്ളാഹു ആ കഴിവ് സാംശീകരിച്ചതാണോ? അല്ല. ഏത് വേദഗ്രന്ഥങ്ങളെയും സംരക്ഷിക്കാൻ റബ്ബിന് കഴിവുണ്ട്, അള്ളാഹു ഇത് സംരക്ഷിച്ചിട്ടുമുണ്ട്. തൗറാത്തിൽ മാറ്റത്തിരുത്തലുകൾ വരുത്തിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ ശരിപ്പെടുത്തിയത് ഇഞ്ചീലിലൂടെയാണ്. ഇഞ്ചീലിലുള്ളതിന് അള്ളാഹു ശരിപ്പെടുത്തിയത് ഖുർആനിലൂടെയാണ്. എന്നാൽ ലാ കിതാബ ബഅദൽ ഖുർആൻ വലാ നബിയ്യ ബഅദൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുർആനിന് ശേഷം മറ്റൊരു വേദഗ്രന്ഥമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം മറ്റൊരു റസൂലുമില്ല, ഒരു നബിയുമില്ല. അതുകൊണ്ട് അവസാനത്തെ വേദഗ്രന്ഥം അതിൻ്റെ സംരക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തു. എന്നാൽ അതിനു മുമ്പുള്ളത് വമസ്തുഹ്ഫിളൂ മിൻ കിതാബില്ലാഹ്, അവരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഏൽപ്പിച്ചത്. എന്നാൽ ഈ ഖുർആനിൻ്റെ സംരക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തിരിക്കുന്നു. ഇന്നാ നഹ്നു നസ്സൽന الذിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ, ഈ ഖുർആനിനെ നാം സംരക്ഷിക്കുന്നതാണ്. ലാ യഅതീഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫി തൻസീലും മിൻ ഹകീമിൻ ഹമീദ്, അതിൻ്റെ മുന്നിലൂടെയോ അതിൻ്റെ പിറകിലൂടെയോ വ്യർത്ഥമായതൊന്നും അതിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുകയില്ല, അല്ലാഹു സംരക്ഷിച്ചിരിക്കുന്നു. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാ ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ, ഇത് അള്ളാഹുവിൽ നിന്നല്ലായിരുന്നെങ്കിൽ അവർക്കതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ കാണാമായിരുന്നു. വൈരുദ്ധ്യങ്ങളിൽ നിന്ന് അള്ളാഹു ഖുർആനിനെ സംരക്ഷിച്ചു, ബാത്തിലുകളിൽ നിന്ന് അള്ളാഹു ഖുർആനിനെ സംരക്ഷിച്ചു, പിശാചിക്കളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിനെ സംരക്ഷിച്ചിരിക്കുന്നു. ലോകാവസാനം വരെ അത് നിലനിൽക്കും, ഒരു ഹർഫ് പോലും അതിൽ വ്യത്യാസം ഉണ്ടാവില്ല. ലോക മുസ്ലിമീങ്ങൾ പരിശുദ്ധ ഖുർആനിൻ്റെ മുഴുവൻ കോപ്പികളും നശിപ്പിക്കപ്പെട്ടാൽ പോലും മുസ്ലിമീങ്ങൾക്ക് ക്ഷണനേരം കൊണ്ട്, മിനിറ്റുകൾ കൊണ്ട് ഇതേപോലെയുള്ള ഖുർആനിനെ അങ്ങനെ തന്നെ ഒരു ഹർഫ് പോലും വ്യത്യാസമില്ലാതെ ആ ഖുർആനിനെ വീണ്ടും ക്രോഡീകരിക്കാൻ, ഹൃദയങ്ങളിൽ നിന്ന് ക്രോഡീകരിക്കാൻ വിശ്വാസികൾക്ക് സാധിക്കും. ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങൾ ഇന്നും ഫാത്തിഹ മുതൽ നാസ് വരെ ഒരു ഹർഫ് തെറ്റാതെ ഖുർആൻ ഓതാൻ കഴിയുന്ന ആളുകളുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അത് റഹ്മാനായ റബ്ബിൻ്റെ തീരുമാനമാണ്, അവൻ്റെ നടപടിക്രമമാണ്. ഇന്നാ നഹ്നു നസ്സൽന الذിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗങ്ങൾ അടുത്ത ദർസിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൻ്റെ മഹത്വം മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിൻ്റെ ഖൈറും ബറക്കാത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും നൽകുമാറാകട്ടെ. നമ്മുടെ രാജ്യത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ശാന്തിയും സമാധാനവും നിർഭയത്വവും നൽകുമാറാകട്ടെ. എല്ലാ നിലക്കുമുള്ള കടുത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. കടബാധ്യതകൾ കൊണ്ടും രോഗങ്ങൾ കൊണ്ടും സാമ്പത്തിക നഷ്ടം കൊണ്ടും മറ്റു പ്രയാസങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുന്ന ആളുകളുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാ ഖൈറുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ സന്താനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഒരുമിച്ച് കൂട്ടട്ടെ. ഖബറിലെ ശിക്ഷയിൽ നിന്നും നരകാഗ്നിയിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.